നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. സ്വന്തം രാജ്യത്തെ അപകടപ്പെടുത്താൻ നോക്കിയ പാകിസ്ഥാന് വിളിക്കുന്ന കോൺഗ്രസുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഓർക്കുമ്പോൾ ദേഷ്യമാണ് വരുന്നത്. ദേഷ്യത്തെക്കാൾ ഉപരി പുച്ഛം മാത്രം. ഈ പുച്ഛവും ദേഷ്യവും ഒക്കെ തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനുമുള്ളത്. പാകിസ്ഥാനെ പറഞ്ഞാൽ പൊള്ളുന്ന കോൺഗ്രസും CPM-ഉമാണ് ഈ നാട് നേരിടുന്ന പ്രശ്നമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. സ്വന്തം മണ്ണിൽ കൂറില്ലാത്തവർ. കർണാടകയിൽ നടക്കുന്നത് നമുക്കറിയാലോ അല്ലേ? കർണാടക കോൺഗ്രസ് നേതാക്കളും മന്ത്രിമാരും പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ രംഗത്തുണ്ട്. ദക്ഷിണേന്ത്യയിലെ പല കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളും പാകിസ്ഥാന് വേണ്ടിയുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ VD സതീശനെയൊക്കെയാണ്. കേരളത്തിൽ ഒരു ഭരണമാറ്റമാണ് വേണ്ടത്. കൂടാതെ വികസനങ്ങളെ അട്ടിമറിക്കാനും എന്തെങ്കിലും വന്നാൽ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നിലകൊള്ളുന്നത്. കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും ഇരട്ടത്താപ്പുകൾ ഓരോന്നായി എണ്ണി പറയുകയാണ് രാജീവ് ചന്ദ്രശേഖർ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ കേരളത്തിനും വികസനം ആവശ്യമാണ്. അതിനാണ് നമുക്ക് സംസ്ഥാനത്ത് അധികാരത്തിൽ എത്തേണ്ടത്. യുവാക്കളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിൽ മാറ്റം വരണം. ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ഏത് പാർട്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നവർ നോക്കും. വാഗ്ദാനങ്ങൾ പാലിച്ച പാർട്ടിയാണ് BJP എന്ന് ജനങ്ങൾക്കറിയാം. 6 പതിറ്റാണ്ട് നാട് ഭരിച്ചത് കോൺഗ്രസ് ആണ്. 10 വർഷത്തെ UPA ഭരണം അഴിമതികളാൽ നിറഞ്ഞതായിരുന്നു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും നിറഞ്ഞ UPA കാലത്ത് കേരളത്തിൽ നിന്നും 8 കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിരുന്നു. കേരളത്തിന് അതുകൊണ്ട് യാതൊരുവിധ ഉപയോഗവും ഉണ്ടായിരുന്നില്ല. കേരളത്തിനൊരു കേന്ദ്ര പദ്ധതിയും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് ലോകത്തിനാകെ അറിയാം. രാജ്യത്ത് നടക്കുന്ന വികസനം മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. അവർ BJPക്കൊപ്പം അണിനിരക്കുമെന്നുറപ്പുണ്ട്. അല്ലാതെ തീവ്രവാദികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും കൊണ്ട് എന്ത് കിട്ടാനാണ്? കേരളത്തിനെന്നല്ല, ഇന്ത്യക്കും ഒന്നും കിട്ടാനില്ല. കേരളത്തിലെ ഇടതു വലത് മുന്നണികളെ യുവാക്കൾ മടുത്തു കഴിഞ്ഞു. കോൺഗ്രസ് അഴിമതിയും CPM അക്രമ രാഷ്ട്രീയവും ചെയ്യുന്ന പാർട്ടികളാണ്. എന്നാൽ പിണറായി വിജയൻ ഭരണത്തിൽ CPM-ഉം അഴിമതിയാൽ നിറഞ്ഞു കഴിഞ്ഞു. ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കാൻ പ്രവർത്തിക്കുന്ന ഏക പാർട്ടിയാണ് BJP. 11 വർഷം കേന്ദ്രം ഭരിച്ചിട്ടും ഒരു അഴിമതി ആരോപണം പോലും മോദി സർക്കാരിനെതിരെ ഉയർന്നിട്ടില്ല. രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. ഇതിൽ ഒരു കള്ളമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.